വെഞ്ഞാറമൂട് പാലാങ്കോണത്ത് ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി. എതിർദിശയിൽ നിന്നും വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഇന്ദുലേഖ രേണുണ്ട് വിവരങ്ങളുമായി. ഇന്ദു, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെ? ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പാലംകോണത്ത് വെച്ചാണ് ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം സംഭവിക്കുന്നത്. വാഹനത്തിൽ ആ സമയം ഏകദേശം 30 പേരോളം ഉണ്ടായിരുന്നു. 2 പേർക്ക് മാത്രമാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്രൈവറും മറ്റൊന്നൊരു യാത്രികനുമായിരുന്നു. ഇവർ 2 പേരും ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. മാത്രമല്ല പുലർച്ചെ സമയമായിരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം രാവിലെ സമയമാണ്. ആ സമയത്ത് സൈഡിൽ കൂടെ പോയ മറ്റൊരു വാഹനത്തിന് വഴി കൊടുക്കാൻ നിന്നപ്പോഴാണ് നിയന്ത്രണം വിട്ട് ഈ ബസ് പോയി പോസ്റ്റിലിടിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. ഈ KPMS പ്രവർത്തകർ മൂവാറ്റുപുഴയിൽ നിന്നുള്ള KPMS പ്രവർത്തകർ യാത്ര ചെയ്തൊരു വാഹനമായിരുന്നു. ഇവരിപ്പോൾ വരുന്ന വഴി ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആ വഴി അവിടേക്ക് പോകാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. മോത്തി.